ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ R600 എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ റെഫ്രിജറേറ്റർ ചാർജ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. പക്ഷേ ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെഫ്രിജറേറ്ററിൽ എവിടെ നിന്നാണോ റെഫ്രിജറൻറ്റ് ലീക്ക് ഉള്ളത് ആ ലീക്ക് കണ്ടുപിടിച്ച് അത് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവാപ്പറേറ്റർ കോയിൽ, കണ്ടൻസറിലേക്ക് പോകുന്ന ഡിസ്ചാർജ് ലൈന്, കൂടാതെ കണ്ടൻസറിൽ നിന്നും ഡ്രയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ലിക്വിഡ് ലൈന്, ഇവയെല്ലാം ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. റെഫ്രിജറേറ്ററിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഓയിൽ പടർന്ന് കിടക്കുന്നതായിട്ട് കാണാം. കാരണം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിലൂടെ റെഫ്രിജറേഷൻ ഓയിലും റെഫ്രിജറൻറ്റും കൂടാണ് പുറത്തേക്ക് വരിക. പക്ഷേ റെഫ്രിജറൻറ്റ് അപ്പോൾ തന്നെ വേപ്പറായിട്ട് പോകും, ഓയിൽ അവിടെ അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ലീക്കുള്ള ഭാഗം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ സാധിക്കും. ഇനി ഒരു കമ്പോണൻറ്റിൽ നിന്നും എവിടെ നിന്നാണ് ലീക്ക് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ കമ്പോണൻറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി അത് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് എവിടെ നിന്നാണോ ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെ നിന്ന് ബബിൾസ് വരും. അങ്ങനെയാണ് നമ്മൾ ലീക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ കംപ്രസറിൻ്റെ മുകളിൽ ഒരു ട്രേ കാണാം. ഈ ട്രേയുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇവാപ്പറേറ്റർ കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം -18 തൊട്ട് -20 ഡിഗ്രി വരെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ പുറത്തൂടെ ഐസ് കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങൾക്ക് മൈനസ് ടെമ്പറേച്ചർ വരാതെ വരും. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലൊരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ടൈമറും ഒരു ഇലക്ട്രിക് ഹീറ്ററും ഉണ്ട്. അപ്പോൾ ഈ ടൈമർ 8 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഹീറ്റർ വെച്ച് ചൂടാക്കി കൂളിംഗ് കോയിലിന് പുറത്തുള്ള ഐസ് ഉരുക്കി കളയും. ഇതിനെ നമ്മൾ ഡീഫ്രോസ്റ്റിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡീഫ്രോസ്റ്റിങ് വഴി ഉണ്ടാകുന്ന വെള്ളം ഒരു ഹോസ് വഴി നമ്മൾ ഈ കംപ്രസറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ട്രേയിലേക്ക് സംഭരിക്കുന്നു. അപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കും. അപ്പോൾ ആ ഹീറ്റും കൊണ്ട് ഈ വെള്ളം നീരാവിയാക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു അറേഞ്ച്മെൻറ്റ് കൊണ്ടുണ്ട്. അതായത് ഈ ട്രേയ്ക്കുള്ളിലൂടെ കംപ്രസറിൽ നിന്നുള്ള ഡിസ്ചാർജ് ലൈന് ഒരു കോയിൽ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡിസ്ചാർജ് ലൈനിൽ നിന്നുള്ള ഈ ചൂട് കൊണ്ട് വെള്ളം കുറച്ചുകൂടെ വേഗത്തിൽ നീരാവിയായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ ഡിസ്ചാർജ് ലൈൻ ഒരു കോയിൽ പോലെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് ആ ലീക്ക് വന്നിരിക്കുന്നത് ആ ഡിസ്ചാർജ് ലൈനിലാണ് ലീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആ ലീക്കാണ് നമുക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതൊരു വളരെ ചെറിയ ലീക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ മറ്റ് കമ്പോണൻസ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ലീക്ക് വളരെ കൂടുതലാണെങ്കിൽ അതിനുള്ളിൽ നല്ലപോലെ വെള്ളം കടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ ഡ്രയർ ഫിൽറ്റർ എന്ന് പറയുന്ന കമ്പോണൻ്റ് കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഡ്രയർ ഫിൽറ്ററാണ് ഈ സിസ്റ്റത്തിനകത്തുള്ള ഈർപ്പത്തിനെ മോയ്സ്ചറിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ ഡ്രയർ ഫിൽറ്ററും കൂടെ മാറേണ്ടതാണ്. ഈ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് റെഫ്രിജറൻറ്റ് ലീക്ക് ഉള്ളത്. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് പുറത്തൂടെയുള്ള ഇൻസുലേഷൻ കോട്ടിങ് നമ്മൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു ട്യൂബ് കട്ടർ ഉപയോഗിച്ച് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒരു വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ സക്ഷൻ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഫ്ലഷിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അതായത് നൈട്രജൻ സിലിണ്ടറിൻ്റെ അകത്തുള്ള ഡ്രൈ നൈട്രജൻ ഗ്യാസ് സിസ്റ്റത്തിനുള്ളിലേക്ക് ഒരു 60-70 PSI പ്രഷറിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എയറും മോയ്സ്ചറും മൊത്തം റിമൂവ് ആവുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ട്യൂബിന് പകരമായിട്ട് പുതിയ കോപ്പർ ട്യൂബ് അവിടെ കട്ട് ചെയ്ത് ബ്രേസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ലീക്കുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ബ്രേസ് ചെയ്ത് അടച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സിസ്റ്റം ഇവാക്യുവേഷൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് പ്രഷർ ഗേജ്, കൂടാതെ ചാർജിങ് ഹോസ്, പിന്നെ ഒരു 2 സ്റ്റേജ് റോട്ടറി വാക്വം പമ്പ്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഉപയോഗിച്ച് നമ്മൾ വാക്വം ചെയ്യുന്ന സമയത്ത് വാക്വം പമ്പ് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ മൊത്തം പുറത്ത് കളയുന്നു. അപ്പോൾ അത് മൊത്തം പുറത്ത് കളഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രഷർ ഗേജിൽ നോക്കിയിട്ടാണ്. അപ്പോൾ പ്രഷർ ഗേജിൽ വാക്വത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇഞ്ചസ് ഓഫ് മെർക്കുറിയാണ്. അതിൽ 30 ഇഞ്ച് മെർക്കുറിയാണ് കംപ്ലീറ്റ് വാക്വം എന്ന് പറയുന്നത്. മൈക്രോൺ എന്ന് പറയുന്ന യൂണിറ്റ് വരികയാണെങ്കിൽ ഏകദേശം 150 മൈക്രോണിന് താഴെയായിരിക്കും ആ വാക്വത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ ഇവാക്യുവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെയാണ് ഗ്യാസ് ചാർജ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റത്തിൻ്റെ അകത്ത് എയർ ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് സൈഡിൽ പ്രഷർ കൂടുന്നു. അപ്പോൾ കംപ്രസർ ഓവർലോഡ് ആവാനും കൂടാതെ കൂളിംഗ് കുറയാനുമുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഇവാക്വേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഗ്യാസ് ചാർജ് ചെയ്യാവൂ. അപ്പോൾ ഇവാക്വേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാക്വം അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ആണ് നമ്മൾ ചാർജ് ചെയ്യേണ്ട ഗ്യാസ് സിലിണ്ടർ എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഫ്രിഡ്ജിൽ എത്ര വെയിറ്റ് റെഫ്രിജറൻ്റ് ഗ്യാസാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ 54 ഗ്രാം R600 ഗ്യാസാണ് ഇതിൽ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇലക്ട്രോണിക് ത്രാസ് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് 54 കുറയ്ക്കുക. എന്നിട്ട് ആ വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഗ്യാസ് ചാർജ് ചെയ്യുന്തോറും സിലിണ്ടറിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ആ വെയിറ്റ് ആകുന്നത് ആ സമയത്ത് നമ്മൾ ഗ്യാസ് ചാർജ് നിർത്തേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ സിലിണ്ടർ ഹോസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഹോസ് നമ്മൾ നേരത്തെ തന്നെ കോമ്പൗണ്ട് പ്രഷർ ഗേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോമ്പൗണ്ട് പ്രഷർ ഗേജ് വഴി ആ സിസ്റ്റത്തിന് ചാർജിങ് ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ആ സിലിണ്ടർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പർജിങ് ചെയ്യണം. പർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടർ മാറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എയർ കയറിയിട്ടുണ്ട്. ആ എയറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പർജിങ് എന്ന് പറയുന്നത്. പർജിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കോമ്പൗണ്ട് പ്രഷർ ഗേജിൻ്റെ വാൽവ് ഓപ്പൺ ആക്കാവൂ. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ചാർജിങ് പ്രോസസ്സാണ്. ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് കംപ്രസറിൻ്റെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് -10 ആണ്. കൂടാതെ കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ അത് എടുക്കുന്ന ആംബിയർ എന്ന് പറയുന്നത് 0.5 ആംബിയർ ആണ്. കൂടാതെ നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് കംപ്രസറിൻ്റെ ഡിസ്ചാർജ് ലൈന് അല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ പൈപ്പുകളിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ചൂടാകുന്നത് കാണാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാർജിങ് ലൈനാണ്. ഇപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചാർജിങ് ലൈൻ പിഞ്ച് ചെയ്ത് ബ്രേസ് ചെയ്യണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലെയറിനെ നമ്മൾ പിഞ്ച് ഓഫ് പ്ലെയർ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഒരു പ്ലെയർ വെച്ചിട്ട് കംപ്രസറിൻ്റെ അടുത്തുള്ള ഭാഗത്ത് നമ്മളൊന്ന് പിഞ്ച് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ഒരിക്കൽ കൂടി അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നുകൂടി പിൻ ചെയ്യുന്നു. ആ പിൻ ചെയ്യുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഇനി അടുത്തതായിട്ട് ഈ രണ്ടാമത് ഏറ്റവും ലാസ്റ്റ് പിൻ ചെയ്ത ആ കോപ്പറിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേസ് ചെയ്ത് അത് ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അടുത്തതായിട്ട് കോപ്പർ ട്യൂബ് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷമാണ് ബ്രേസിങ് ചെയ്യുന്നത്. ഇവിടെ ഓക്സിയാസിഡിൽ വെൽഡിംഗ് സെറ്റാണ് ബ്രേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബ്രേസ് ചെയ്യുന്ന സമയത്ത് കംപ്രസറിലേക്ക് മാക്സിമം ചൂട് കടക്കാതെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം ബ്രേസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അത് ഫുള്ളായിട്ട് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂളിങ് മാക്സിമം ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രീസറിലും റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെൻറ്റിലും എല്ലാ ഭാഗത്തും നല്ലപോലെ തണുപ്പ് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.